ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ ഫ്രഞ്ച് വിത്ത് പാറു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസിൻ്റെ 3 കാറ്റഗറി ഓഫ് ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊനൗൺസ് ആണ്. അതിന് മുന്നേ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ക്ലാസ്സിൽ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് പ്രൊനൗൺ? അതായത് ഒരു സെൻറ്റൻസിൽ നമ്മൾ നൗൺ റിപ്പീറ്റേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചില വേർഡ്സ് അതിന് റിപ്ലേസ് ചെയ്തിട്ട് യൂസ് ചെയ്യും. അങ്ങനെ റിപ്ലേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിന് പറയുന്ന പേരാണ് പ്രൊനൗൺസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ മൈ നെയിം ഇസ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സീത ഈസ് എ ടീച്ചർ, സീത ഈസ് ഇൻ ചെന്നൈ. അപ്പോൾ 2 തവണ നമ്മൾ നൗൺ യൂസ് ചെയ്തു. സീത എന്നുള്ള നൗൺ 2 തവണ വന്നു. അതിന് പകരം നമ്മൾ എന്ത് പറയും? സീത ഈസ് എ ടീച്ചർ, ഷീ ഈസ് ഫ്രം ചെന്നൈ. അപ്പോൾ സീത വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഷീ എന്ന് യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ റിപ്ലേസ് ചെയ്ത് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫ്രഞ്ചിലും പ്രൊനൗൺസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിയാലോ. ലേ പ്രൊനോം പേഴ്സണേൽ എന്ന് പറഞ്ഞാൽ ദ പേഴ്സണൽ പ്രൊനൗൺസ് എന്നാണ് അർത്ഥം. ലേ പ്രൊനോം പേഴ്സണേൽ എന്നാണ് ഇത് ഉച്ചരിക്കുക. അപ്പം ലേ എന്നുള്ളത് എന്തുകൊണ്ടാണ് വന്നത്? എന്തുകൊണ്ടാണ് എസ് ആഡ് ചെയ്തിരിക്കുന്നത്? പ്ലൂരൽ ഫോം ആണെങ്കിൽ നൗണിൻ്റെ കൂടെയും എഡ്ജക്റ്റീവിൻ്റെ കൂടെയും എസ് വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എസ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നാൽ ദ പേഴ്സണൽ പ്രൊനൗൺസ്. അപ്പോൾ ഏതൊക്കെയാണ് ഫ്രഞ്ചിൽ വരുന്ന പ്രൊനൗൺസ് എന്ന് നമുക്ക് നോക്കാം. Je means I. Je, ഇത് ജെ എന്ന് വായിക്കരുത്, je. ഓക്കെ, je means I. Tu means you. അത് നമ്മൾ you ഏകദേശം ഒരേപോലെ ഉച്ചാരണം, അത് ആലോചിച്ചാൽ മതി. Tu means you. പിന്നെ ഇത് ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ യു എന്ന് യൂസ് ചെയ്യാനാണ് tu ഉപയോഗിക്കുക. അതായത് ഒരാളാണെങ്കിൽ മാത്രം, അതായത് സിംഗുലർ ഇൻഫോർമൽ വേയിൽ യു എന്ന് വിളിക്കാൻ ആണ് നമ്മൾ ട്യൂ എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി പ്ലൂരൽ ആവുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇത് ഓർത്ത് വയ്ക്കുക, സിംഗുലർ ഒരൊറ്റ ആളാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്മേറ്റ്സോ ഫ്രണ്ട്സോ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ യു എന്ന് പറയണമെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ട്യൂ വെൻ ഇറ്റ് ഈസ് ഓൺലി 1 person. ഇനി ഇൽ മീൻസ് ഹി, ഇൽ. എൽ മീൻസ് ഷീ. നു മീൻസ് വി. Nu means we. വു എന്നുള്ളതാണ് നമ്മൾ പ്ലൂരൽ ഫോമിൽ യു എന്ന് പറയാൻ ഉപയോഗിക്കുക. പ്ലൂരൽ ഫോമിൽ യു എന്ന് പറയണമെങ്കിൽ, അതായത് കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ യു എന്ന് അവരെ അഭിസംബോധന ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വു. ഓക്കെ, പിന്നെ ഒരു കാര്യം ആലോചിക്കുക. ഇപ്പോൾ ഒരാളാണ് എങ്കിൽ നമ്മൾ ഫോർമലായിട്ട് യു എന്ന് പറയണമെങ്കിൽ, ഒരാളാണെങ്കിൽ വു എന്ന് പറയണം. അതായത് ഫോർമലായിട്ട് പറയണമെങ്കിൽ, ഒരൊറ്റ ആളാണെങ്കിൽ ഫോർമലായിട്ട്, ഇപ്പോൾ നമ്മളൊരു ബോസിൻ്റെ അടുത്തോ ഒരു കമ്പനീൻ്റെ മാനേജറിൻ്റെ അടുത്തോ ഒക്കെ നമ്മൾ കുറച്ച് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് നമ്മൾ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? വു എന്ന് യൂസ് ചെയ്യണം. ഈ വു എന്നുള്ളത് സിംഗുലറിൻ്റെ കൂടെയും പ്ലൂരലിൻ്റെ കൂടെയും ഉപയോഗിക്കും. അത് ഓർത്ത് വയ്ക്കുക. ട്യൂ എന്നുള്ളത് ഇൻഫോർമലായിട്ട് സിംഗുലറിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്. ഇനി ഈൽ എന്ന് പറഞ്ഞാൽ ദേ എന്നാണ് അർത്ഥം. നമ്മൾ ഇത് പഠിച്ചു അല്ലേ, ഹീ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഒരു എസ് ചേർത്താൽ അത് ദേ ആയി, പക്ഷെ മസ്കുലിൻ ജെൻഡർ ആയിരിക്കും. ഓക്കെ, മസ്കുലിൻ ജെൻഡറിൽ ദേ എന്ന് പറയാൻ ഈൽ എന്നുള്ള വാക്കാണ്. അത് വായിക്കുന്നത് സിംഗുലർ ആണെങ്കിൽ ഹീ എന്നുള്ളതിൻ്റെ അതേ ഉച്ചാരണം തന്നെയാണ് ദേ എന്നുള്ളതിനും വരിക, പക്ഷെ എസ് ലാസ്റ്റിലുണ്ട്, അത് സൈലന്റ് ആയിരിക്കും. അപ്പൊ ഹീ എന്ന് പറയാനും ഈൽ എന്ന് തന്നെയാണ് വായിക്കുക, ഇതും ഈൽ എന്ന് തന്നെയാണ് വായിക്കുക. പക്ഷെ ഇതിൽ എസ് ഇല്ല, ഹീല് എസ് ഇല്ല, ദേല് വരുമ്പോൾ എസ് ആവും. അപ്പൊ ഇത് മസ്കുലിൻ ഫോമാണ് ദേ എന്നുള്ളതിന്. ഇനി ദേ എന്ന് ഫെമിനിൻ ജെൻഡർ ആണെങ്കിൽ എങ്ങനെ പറയും? എൽ തന്നെ. എങ്ങനെയാണ് നമ്മൾ ഷീ എന്ന് എഴുതുക? ഇങ്ങനെയാണ് നമ്മൾ ഷീ എന്ന് പറയാന്ന് പറഞ്ഞു അല്ലേ. ഇനി ഫെമിനിൻ ജെൻഡറിൽ ദേ എന്ന് പറയണമെങ്കിൽ എസ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്തു, അപ്പോൾ അത് ദേ എന്നായി. ഇനി ഓൺ എന്ന് പറഞ്ഞാൽ, ഓൺ എന്നുള്ളത് കുറച്ചധികം അർത്ഥങ്ങളുണ്ട് അതിന്.
അർത്ഥമുള്ളൊരു പ്രൊനൗൺ ആണ്. ഇറ്റ് ക്യാൻ മീൻ സംബഡി എന്നാവാം, അല്ലെങ്കിൽ വി എന്നാവാം, അല്ലെങ്കിൽ വൺ ഇൻ ദ സെൻസ് വൺ ടോൾഡ് മീ, അതായത് ഒരാൾ പറഞ്ഞു എന്നുള്ള ആ രീതിയിലുള്ള വൺ ആവാം, അതായത് സംവൺ എന്നുള്ള മീനിങ്. പിന്നെ പീപ്പിൾ എന്നാവാം, ദേ എന്നാവാം. ഈ എല്ലാ മീനിങ് കൊണ്ട് ഈ ഓൺ, അത് സന്ദർഭം അനുസരിച്ച് അവർ യൂസ് ചെയ്യും ഓൺ എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് പ്രൊനൗൺസ് ഇൻ ഫ്രഞ്ച്. അപ്പോൾ നമുക്ക് ഫ്രഞ്ചിലെ ഈ പ്രൊനൗൺസ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ജ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. Je suis étudiant. Étudiant means student. Étudiant means student. ഇതെന്തിനാ ഈ ഒരു വെട്ട് എന്നറിയോ? മേലെ ഒരു അപ്പസ്ട്രോഫി പോലെ ഒരു മാർക്ക് എന്തിനാന്ന് വെച്ചാൽ എ എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെങ്ങനെ വായിക്കാം? étudiant. Je suis étudiant. I am a student എന്നാണ് ഇതിന്റെ അർത്ഥം. സ്വീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഈസ്, ആം, ആർ ഒക്കെ ഇല്ലേ, ടു ബി ഫോംസ് ഉണ്ടാവുമല്ലോ ഇംഗ്ലീഷിൽ. നമുക്ക് ഐ ആം, യു ആർ എന്നൊക്കെയുള്ള ടു ബി ഫോംസ് ഇല്ലേ, അതുപോലെ ഫ്രഞ്ചിലുള്ള ടു ബി ഫോംസ് ആണ് ഈ സ്വീ, അതേപോലെ എ, ട്യൂൻ്റെ കൂടെ ആവുമ്പോൾ എ എന്ന് വരും. അതൊക്കെ നമുക്ക് അപ്കമിങ് ചാപ്റ്റേഴ്സിൽ പഠിക്കാം. ഇപ്പം അതൊന്നും ആലോചിക്കണ്ട. ഇത് ഞാൻ എക്സാമ്പിൾ പ്രൊനൗൺസ് പഠിപ്പിക്കാൻ വേണ്ടി എക്സാമ്പിൾ ആയിട്ട് തന്നു എന്നുള്ളൂ. അപ്പം ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഴൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ടു ബി ഫോമാണ് സ്വീ. ഐ ആം എന്ന് പറയുന്ന പോലെ je suis എന്നാണ് നമ്മൾ ഫ്രഞ്ചിൽ പറയാം. je suis étudiant മീൻസ് ഐ ആം എ സ്റ്റുഡൻറ്റ്. ഇവിടെ എ എന്നുള്ളത് ഇവിടെ യൂന് ഓർ നമ്മൾ പഠിച്ചു. എ എന്നാണ് അതിൻ്റെ മീനിങ്. അതെന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് മനസ്സിലായോ? അതായത് ഫ്രഞ്ചിൽ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റിയെ പറ്റി ടു ബി, ഇതൊരു ടു ബി ഫോം ആണല്ലോ, ടു ബി ഫോമിൻ്റെ കൂടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ വരുമ്പോൾ അവർ ഇത് എടുത്ത് പറയില്ല. എ അല്ലെങ്കിൽ ആൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അവർ യൂസ് ചെയ്യില്ല. അപ്പം ഇവിടെ ഇത് étudiant എന്ന് പറഞ്ഞത് ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ടു ബി ഫോമിൻ്റെ കൂടെയാണ് ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി വരുന്നത് എങ്കിൽ അവർ അല്ലെങ്കിൽ യൂന്, എ ആൻ എന്നുള്ള ആർട്ടിക്കിൾസ് അവർ മുന്നിൽ വെക്കില്ല. അത് ഫ്രഞ്ചിലുള്ള ഒരു പ്രത്യേകതയാണ്. അത് ഓർത്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ ഐ എം എ ഡോക്ടർ എന്നാണ് വരുന്നത്, മെഡിസോങ് എന്നാണ് ഡോക്ടറിനുള്ള ഫ്രഞ്ച് വേർഡ്. അപ്പോൾ je suis médecin എന്നേ വരുള്ളൂ. je suis un médecin എന്ന് വരില്ല, je suis une médecin എന്നും വരില്ല, je suis médecin എന്നേ പറയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? മെഡിസോങ് എന്നുള്ളത് ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ടു ബി ഫോമിൻ്റെ കൂടെ വരുമ്പോൾ യൂന് അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യില്ല ഫ്രഞ്ചിൽ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. je mange une pomme. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈറ്റ്. മോങ് എന്ന് പറഞ്ഞാൽ ഈറ്റ് ആണ്. മോഷി എന്ന വെർബിൻ്റെ മീനിങ് എന്താണ്? ടു ഈറ്റ് എന്നാണ്. അപ്പം മോങ് എന്നുള്ളത് ഐ ഈറ്റ്. ഓക്കെ, ഐ ഈറ്റ് ആൻ ആപ്പിൾ. നമ്മൾ പോം ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? പോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ എന്നാണ്. പോം എന്നുള്ളത് ഒരു ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നിൽ യൂൻ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തു, ആൻ ആപ്പിൾ എന്ന് മീൻ ചെയ്യാൻ. അപ്പോൾ ജെ മീൻസ് ഐ മോങ് ഈറ്റ് ആൻ ആപ്പിൾ. ജേൻ്റെ കൂടെ, അതായത് ഇവർക്ക് എപ്പോഴും വേർബിന് പല ഫോംസ് ഉണ്ട്. അതായത് ഇപ്പം ഐൻ്റെ കൂടെ വരുന്ന വെർബിന്, അതായത് ഓരോ പ്രൊനൗൺസ് മാറുന്നതിനനുസരിച്ച് അവർക്ക് വെർബിന് മാറ്റങ്ങൾ വരും. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ മാത്രം. ഇതിപ്പം ഐൻ്റെ കൂടെ വരുമ്പോൾ മോങ് എന്നുള്ള ഫോം വന്നത്. അതേപോലെ യൂൻ്റെ കൂടെ വേറെ ഫോം ആയിരിക്കും, വീൻ്റെ കൂടെ വേറെ ഫോം ആയിരിക്കും. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം ഈ പ്രൊനൗൺസ് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ വെർബും ഒന്ന് പഠിച്ചു പോവാം. ഇത് മോങ്കേർ അല്ല, മോഷിയാണ്. മോഷി മീൻസ് ടു ഈറ്റ് എന്നാണ്. ഷന്റെ കൂടെ ഈറ്റ് എന്ന് മീൻ ചെയ്യാം. മോങ് എന്നുള്ള മോഷിന്റെ ഈ ഫോം ആണ് വരിക. മോഷ് യൂണിറ്റ് ഫോം. Tu aimes le chocolat. Tu aimes le chocolat. ജോക്കല എന്നാണ് ഇത് വായിക്കേണ്ടത് കേട്ടോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മീനിങ് എന്താണ്? എയ്മി എന്ന വെർബാണ് ഇത്.
ഇതിൻ്റെ അർത്ഥം ടു ലൈക്ക് അല്ലെങ്കിൽ ടു ലവ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. മോഞ്ച് എന്നുള്ളത് മോങ്ജി എന്ന് പറഞ്ഞാൽ ടു ഈറ്റ്. അത് ഴന്റെ കൂടെ വരുമ്പോൾ മോഞ്ച് എന്നാവും, MANGE എന്നാവും. അതേപോലെ തന്നെ എയ്മി എന്നുള്ള വെർബ് ട്യൂന്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിന്റെ കൂടെ ഒരു എസ് വരും ലാസ്റ്റിൽ. ഴന്റെ കൂടെ ആണെങ്കിൽ എങ്ങനെയാ വരിക? ഇങ്ങനെയാണ് വരിക. ഇത് ഈ അപ്പോസ്ട്രോഫിന്റെ കാര്യം നമ്മൾ പലതവണ പറഞ്ഞിട്ടില്ല അല്ലെ. ജെ പ്ലസ് എം ആണ്. ഇത് രണ്ടും വവൽസ് ആയതുകൊണ്ട് ആദ്യത്തെ വവല് കട്ടായിപ്പോയി മേലെ അപ്പോസ്ട്രോഫി ആയിട്ടാണ് ഇതിങ്ങനെയായത്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ജെം എന്നുള്ള ഫോം ആയിരിക്കും അത് വരിക. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ ജെ മോങ്ഷ് എന്ന് പറഞ്ഞു അല്ലേ, അതേപോലെ തന്നെയാണ് ജെന്റെ കൂടെ എല്ലാ വേർബ്സും, അധിക വേർബ്സും അങ്ങനെയായിരിക്കും വരിക. അതേ പാറ്റേണിലായിരിക്കും വരിക. അതേപോലെ തന്നെ ട്യൂന്റെ കൂടെ വരുമ്പോൾ ലാസ്റ്റ് ഒരു എസ് ആണ് ചേർക്കുക. ഓക്കെ, ഇപ്പൊ യു ഈറ്റ് എന്നാണെന്നെങ്കിൽ എങ്ങനെ വരിക? യു ഈറ്റ് എന്നാണെങ്കിൽ ട്യൂ മോങ്ഷ്, വായിക്കുന്ന മോങ്ഷ് തന്നെയാണ്, പക്ഷെ ഒരു എസ് ആഡ് ചെയ്യും. അതാണ് ട്യൂന്റെ കൂടെ വരുന്ന വെർബിന്റെ ഫോം. ഈറ്റില്, ഇതില് ലൈക്കില് ട്യൂന്റെ കൂടെ വരുന്ന ഫോമാണ് എയും. രണ്ടും ഏകദേശം ഒരുപോലെ അല്ലേ, ഒരേ ഒരു പാറ്റേണിലാണ് വരുന്നത്. അപ്പൊ അത് ഓർത്ത്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ എയ്മേർ എന്നുള്ള വെർബിന്റെ ട്യൂന്റെ കൂടെയുള്ള ഫോമാണ് എയിം. അപ്പൊ ഇത് ലൈക്ക് ദ ചോക്ലേറ്റ് എന്നാണ് ഇതിന്റെ മീനിങ്. യു ലൈക്ക് ദ ചോക്ലേറ്റ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. Tu parles français എന്നാണ് ഇത് വായിക്കുക. ടു എന്നാൽ യു ആണ്. ഇനി ഈ വെർബിന്റെ മീനിങ് നമുക്ക് നോക്കാം. പാർലെ എന്നുള്ള വേർബാണ് ഇത്. ഇതിന്റെ അർത്ഥം ടു സ്പീക്ക് എന്നാണ്. പറയുക, പാർലെ. ഏകദേശം ഒരുപോലെ ഇല്ലേ? ഏകദേശം ആ മലയാളം വേർഡ് പോലെ തന്നെയല്ലേ? അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ട്യൂന്റെ കൂടെ വരുന്ന പാർലെ എന്നുള്ള വെർബിന്റെ ഫോമാണ് ഒരു എസ് ചേർത്ത് കൊടുത്തു. നമ്മൾ നേരത്തെ എസ് ചേർത്ത് കൊടുത്തു അല്ലെ, എയിം എന്ന് എഴുതിയപ്പോഴും എസ് ചേർത്ത് കൊടുത്തു. അതേപോലെ മോങ്ഷ്, ഈറ്റ് എന്നുള്ള മീനിങ് വന്നപ്പോഴും എസ് ചേർത്ത് കൊടുത്തു. അപ്പൊ അധിക വേർബ്സിനും ട്യൂന്റെ കൂടെ വരുന്ന ഫോം എസ് ചേർത്തിട്ടായിരിക്കും. ഓക്കെ, ട്യൂ പാർൽ ഫ്രാൻസേ, യു സ്പീക്ക് ഫ്രഞ്ച് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്ത പ്രൊനൗണിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ഇൽ എന്നാൽ ഹി എന്നാണ് അർത്ഥം. ഇൽ എ മെദസാൻ എന്ന് പറഞ്ഞാൽ, മെദസാൻ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. എന്താണ് അതിന്റെ അർത്ഥം? ഡോക്ടർ എന്നാണ് അർത്ഥം. മെഡിസിൻ ഇല്ലേ, അത് ഓർത്താൽ മതി. ഡോക്ടർ എന്നാണ് അർത്ഥം. ഇത് ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ടു മുന്നേ അവര് യുൻ അല്ലെങ്കിൽ എ ആൻ എന്നുള്ള ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്തില്ല. ബിക്കോസ് ഇത് ടു ബി ഫോം ആണ്. എന്താണ് ഇതിന്റെ മീനിങ്? ഈസ് എന്നാണ് അർത്ഥം. ഹി ഈസ് എ ഡോക്ടർ എന്നാണ് ഇതിന്റെ ഇംപ്ലൈഡ് മീനിങ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇത് നമുക്ക് എല്ലാത്തിനും നമുക്ക് ലിറ്ററൽ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷിൽ. കാരണം ഓരോ ലാംഗ്വേജിനും അവരുടേതായ ചില സ്പെസിഫിക് ആയിട്ടുള്ള യൂസേജസ് ഉണ്ടാവും. അത് നമുക്ക് വെർബാറ്റിക്കലി നമുക്ക് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഹി ഈസ് ഡോക്ടറിനെ വരുള്ളൂ, പക്ഷെ അവർക്കത് ഇറ്റ് മീൻസ് ഹി ഈസ് എ ഡോക്ടർ എന്നാണ്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എ എന്നാൽ ഈസ് എന്നാണ്. ഇലിന്റെ കൂടെ ആണെങ്കിലും എൽ, ഷീ എന്നുള്ള മീനിങ് ഇതിന്റെ കൂടെ ആണെങ്കിലും വരുന്ന ടു ബി ഫോം ആണ് എ എന്നുള്ളത്. മീൻസ് ഈസ് എന്നാണ് മീനിങ്. ഓക്കെ, ന്റെ കൂടെ എന്താ നമ്മൾ യൂസ് ചെയ്തത്? ഇത് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ കുറച്ചുകൂടി ഒന്ന് എളുപ്പമുണ്ടാവും മനസ്സിലാക്കാൻ. ന്റെ കൂടെ വരുന്നത് ഐ ആം എന്ന് വരണമെങ്കിൽ എന്താ പറഞ്ഞത് നമ്മൾ? ഐ ആം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, സ്വി മീൻസ് ആം. ഇത് ന്റെ കൂടെ മാത്രമേ സി യൂസ് ചെയ്യുള്ളൂ, അത് ഓർത്താൽ മതി. നമ്മൾ ഐന്റെ കൂടെ ആം മാത്രമല്ല യൂസ് ചെയ്യുള്ളൂ, അതുപോലെ തന്നെ ന്റെ കൂടെ സി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ബാക്ക് ടു il joue au football. എന്താ ഇതിന്റെ അർത്ഥം? ജൂ എന്നുള്ള വെർബിന്റെ മീനിങ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം.
jouer എന്ന വെർബിൻ്റെ ഈൽ എന്ന പ്രൊനൗണിൻ്റെ കൂടെ വരുന്ന ഫോമാണ് ജൂ, മീനിങ് ടു പ്ലേ. ഓക്കെ, ടു പ്ലേ എന്നാണ് അർത്ഥം. അപ്പോൾ ഈലിൻ്റെ കൂടെ വരുമ്പോൾ അത് ജൂ എന്നുള്ള ഫോം ആവും. അത് ഞാൻ ഇനി അത് അധികം ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, അത് നമ്മൾ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ പഠിക്കുന്ന കാരണം ഈ ഫോംസ് എങ്ങനെയാണ് മാറുന്നതെന്നൊക്കെ, വെർബിൻ്റെ ഫോംസ് എങ്ങനെയാണ് മാറുന്നതെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇൽ ജൂ ഓ ഫുട്ബോൾ. അപ്പോൾ ഓ എന്നുള്ളത് എന്താണ്? ഓ എന്നുള്ളത് പ്രപ്പോസിഷൻ ആണ്. അതായത് ആ എന്നത് ഒരു പ്രപ്പോസിഷൻ ആണ് ഫ്രഞ്ചിൽ. അതിൻ്റെ മീനിങ് ടു, എറ്റ്, ഇൻ എന്നൊക്കെയുള്ള മീനിങ്സ് ആണ് അതിന് വരുന്നത്. അതാണ് ആ പ്രപ്പോസിഷൻ്റെ മീനിങ്. ആ എന്ന് പറഞ്ഞാൽ ടു, എറ്റ്, ഇൻ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പം ഇതെങ്ങനെ ഓ ആയത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിച്ചിരുന്നു. അതായത് നമ്മൾ പാർട്ടിറ്റീവ് ആർട്ടിക്കിൾസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ? അതായത് ദ പ്ലസ് ല്, ഡ്യൂ, ഐ എന്ന് പഠിച്ചു അല്ലേ? അതേപോലെ തന്നെയാണ് ഇത് ഓ ആയതും. എങ്ങനെയാണ്? ഈ ഓ എന്ന് പറയുന്നത് ആ പ്ലസ് ല് ആണ്. ആ പ്ലസ് ല് ആണ് ഓ ആയത്. ഇവര് ഇൽ ജൂ ആ ല് ഫുട്ബോൾ എന്ന് പറയില്ല. അതിന് പകരം അവരെന്താ പറയാ? ഇൽ ജൂ ഓ ഫുട്ബോൾ എന്നാ പറയുള്ളൂ. അത് ഓർത്ത് വെക്കുക. അതൊക്കെ നമ്മൾ ഇനിയും കണ്ടത് പരിചയമാവും. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു തരുന്നു. കാരണം ഫുട്ബോൾ എന്നുള്ളത് ഇതെങ്ങനെ ല് വന്നത്? ലാ എന്തുകൊണ്ട് വന്നില്ല? ലാ എന്നെങ്ങനെ വന്നില്ല? ഫുട്ബോൾ എന്നുള്ളത് മസ്കുലിൻ ജെൻഡർ ആണ്. മസ്കുലിൻ ജെൻഡറിന്റെ കൂടെ നമ്മൾ ല് ഫോം ആണ് യൂസ് ചെയ്യുക. പക്ഷെ ല് എന്നുള്ളത് ആന്റെ കൂടെ വരുമ്പോൾ ആ ല് എന്നല്ല പറയാ, ഓ എന്നാണ് പറയാ. പകരം ഇവിടെ ഒരു ഫെമിനിൻ ജെൻഡർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ആ ലാ എന്ന് വരും. അത് അവര് സ്പ്ലിറ്റ് ചെയ്ത് തന്നെയാണ് എഴുതുക. പക്ഷെ ല് ആണെങ്കിൽ അവർ ഓ എന്ന് ആക്കും. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് അവര് ഇതിന്റെ മീനിങ് ഇപ്പൊ എന്താ വരുന്നത് നോക്കാം. ഇപ്പൊ ജൂയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്ലേ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഹി പ്ലേസ്. ഇംഗ്ലീഷിൽ വരുമ്പോ ഫുട്ബോൾ എന്നല്ലേ വരേണ്ടത് ശരിക്കും? ഇവരെന്തിനാണ് ഓ, അതായത് ഇങ്ങനെ പ്ലസ് ല് ആണ് ഓ ആയത്. ഇതിന്റെ മീനിങ് എറ്റ്, ഇന്ന് എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ്. എന്തുകൊണ്ടാണ് എറ്റ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എറ്റ് ഫുട്ബോൾ ശരിയാവുന്നില്ല അല്ലെ? ഇൻ ഫുട്ബോൾ ശരിയാവുന്നില്ല അല്ലെ? എന്തിനാണ് അവര് ഇങ്ങനെ ഒരു പ്രപ്പോസിഷൻ ഇതിൽ വെക്കുന്നത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ പ്ലേ എന്നുള്ള വെർബില്ലേ, ജുവേ എന്നുള്ള വെർബിന്റെ പ്രത്യേകതയാണ്. പ്ലേ എന്ന വെർബ് വരുമ്പോൾ അവരെപ്പോഴും ഒരു പ്രപ്പോസിഷൻ ഇവിടെ വെക്കും. രണ്ട് പ്രപ്പോസിഷൻസ് ആണ് വെക്കാറ്. ഗെയിംസ് അല്ലെങ്കിൽ സ്പോർട്സ് ആണ് വരുന്നത് എങ്കിൽ അവര് ആ എന്നുള്ള പ്രപ്പോസിഷൻ ആണ് വെക്കുക. അത് ഗെയിംസ് ഓർ സ്പോർട്സ് വരുമ്പോൾ. ഇനി വല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുകയാണെങ്കിലോ, അതിന് നമ്മൾ പ്ലേ എന്ന് തന്നെയല്ലേ ഇംഗ്ലീഷിൽ പറയാം. പ്ലേ ഫുട്ബോൾ എന്ന് തന്നെയാ പറയാം, പ്ലേ പിയാനോ എന്ന് തന്നെയാണ് പറയാം. അപ്പോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഡ ആണ്. നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനൊരു ലോജിക് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ ഫ്രഞ്ചുകാർ അവരത് ആ ഒരു പ്രപ്പോസിഷൻ അതിൽ വെക്കും ശരിക്കും. അപ്പൊ ഡ എന്നുള്ളത് വരുന്നത് അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ, ജുവേ എന്നുള്ള വേർബ് വരുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പിറകിലാണെങ്കിൽ ദ എന്നുള്ള പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആവുമ്പോൾ ജുവേന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ ദ ആണ്. അപ്പൊ ഈ സെന്റൻസിൽ ഫുട്ബോൾ എന്നുള്ളത് ഒരു ഗെയിം അല്ലെങ്കിൽ സ്പോർട്സ് ആയതുകൊണ്ടാണ് ഓ എന്ന് വന്നത്. അടുത്ത പ്രൊനൗൺ ഏതാണ്? എൽ. എൽ പറഞ്ഞാൽ ഷീ എന്നാണ് അർത്ഥം നമ്മൾ പറഞ്ഞു. അതിലെ രണ്ട് എക്സാമ്പിൾസ് നോക്കാം. എൽ എ ഡാൻസസ് എന്നാണ് ഇത് വായിക്കുക. ഇതിന്റെ മീനിങ് എന്താണ്? ഡാൻസർ എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോ ഷീ ഈസ് എ ഡാൻസർ എന്നാണ് ഇതിന്റെ മീനിങ്. എന്തുകൊണ്ടാണ് യൂണ് ഡാൻസേഴ്സ് എന്ന് വരാഞ്ഞത്? കാരണം ഡാൻസർ എന്നുള്ളത് ഒരു പ്രൊഫഷൻ ആണ്. അതുകൊണ്ട് ഇതിന്റെ മീനിങ് ഈസ് ആണല്ലോ. എ നമ്മൾ പറഞ്ഞു ഇൽ എ
എൽ എ, ഹി ഈസ്, ഷീ ഈസ്. ഇൽ എ പറഞ്ഞാൽ ഹി ഈസ്. എൽ എ എന്ന് പറഞ്ഞാൽ എൽ എ എന്ന് ഒരുമിച്ച് വായിക്കണം കേട്ടോ, ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നുണ്ടോ. എൽ എ എന്ന് പറഞ്ഞാൽ ഷീ ഈസ് എന്നാണ് അർത്ഥം. അപ്പൊ എ എന്നുള്ളത് ടു ബീന്റെ ഫോം ആയതുകൊണ്ടും അതിനുശേഷം വരുന്നത് ഒരു പ്രൊഫഷൻ ആയതുകൊണ്ടുമാണ് നമ്മൾ എ എന്ന് വരാനുള്ള ആർട്ടിക്കിൾ ഫ്രഞ്ചിൽ യൂസ് ചെയ്യാത്തത്. അവരത് യൂസ് ചെയ്യില്ല, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യും. ഷീ ഈസ് എ ഡാൻസർ എന്നാണ് അപ്പൊ ഇതിന്റെ മീനിങ്. എൽ ഷോങ് ബിയാങ്. എന്താണ് ഇതിന്റെ മീനിങ്? അപ്പൊ ഷോങ് എന്നുള്ള വെർബൊക്കെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പഠിച്ചു പോയിക്കോട്ടോ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷോന്തെ എന്നുള്ള വെർബിന്റെ മീനിങ് ടു സിങ് എന്നാണ്. അതിൽ നിന്നാണ് ഷോന്ത് വന്നത്. ഇംഗ്ലീഷ് നമ്മൾ ചാൻറ്റ് എന്ന് പറയും അല്ലെ, ടു ചാൻറ്റ് മന്ത്ര. അപ്പൊ അത് സിംഗുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു വേർഡ് അല്ലേ. അപ്പൊ അത് ഓർത്താൽ മതി, ഏകദേശം ഒരേപോലെ തന്നെയല്ലേ ഇല്ലേ. ഷോന്തെ എന്ന വെർബിന്റെ മീനിങ് ടു സിങ് എന്നാണ്. അപ്പൊ അതിന്റെ എല്ലിന്റെ കൂടെ വരുന്ന വെർബ് ഫോമാണ് ഷോങ്. ഇനി ബിയങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽ അല്ലെങ്കിൽ ഗുഡ് എന്ന മീനിങ് ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഷീ സിങ്സ് വെൽ എന്നാണ് അതിന്റെ മീനിങ്. ഷീ സിങ്സ് വെൽ. ഇനി അടുത്ത പ്രൊനൗൺ ന്യൂ എന്ന പ്രൊനൗൺ. ന്യൂ എന്നാൽ വി എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ ന്യൂ സോം ആമി. എന്താണ് ഇതിന്റെ മീനിങ്? അപ്പൊ ആമി എന്നുള്ള വേർഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എന്തായാലും ആമി എന്ന വേർഡിന്റെ മീനിങ് ഇവിടെ ഫ്രണ്ട്സ് എന്നാണ്. ഇത് പ്ലൂരൽ ആണ്, കാരണം എസ് ചേർത്തിട്ടുണ്ട്. സിംഗുലർ ആണെങ്കിൽ എങ്ങനെയാ വരിക? അതായത് ഒരു ഫ്രണ്ട് മെയിൽ ആണെങ്കിൽ ആമി എന്ന വേർഡാണ് യൂസ് ചെയ്യുക ഇൻ സിംഗുലർ ഫോമിൽ. ഇതിന്റെ പ്ലൂരൽ ആണെങ്കിലോ ഇങ്ങനെ വരും, പ്ലൂരൽ മസ്കുലിൻ പ്ലൂരൽ ഫോമിൽ. ഇനി ഒരു ഫ്രണ്ട് ഒരു ഫീമെയിൽ ആണെങ്കിൽ എന്താ വരിക? ഒരു ഇ ആഡ് ചെയ്യുവർ. അതും ഈ പറഞ്ഞ മാതിരി അധികം നൗൺസിലും അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസാനം അവർ ഈ ആഡ് ചെയ്തിട്ടായിരിക്കും ഫെമിനിൻ ആക്കുന്നത്. എല്ലാത്തിലും അല്ല കേട്ടോ, പക്ഷെ കുറേ എണ്ണത്തിൽ. അപ്പോൾ അവർക്ക് നൗണിനെ ഫെമിനിൻ ആക്കാൻ ഓരോരോ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ടെക്നിക്കാണ് ഈ ആഡ് ചെയ്യുന്നത്. അതൊക്കെ അപ്കമിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും കേട്ടോ. ഇത് പ്രൊനൗൺസിനെ പറ്റിയുള്ള ചാപ്റ്റർ ആയതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും പറഞ്ഞു തരാത്തത്. അപ്പോൾ അതിലുള്ള ഫെമിനിൻ ആക്കാനുള്ള ഒരു വേർഡിനെ, ഒരു നൗണിനെ ഫെമിനിൻ ആക്കാനുള്ള ഒരു 5-6 ടെക്നിക്സ് അവർക്കുണ്ട്. 5-6 അതിൽ കൂടുതലുണ്ടെന്ന് തോന്നും. അപ്പം അതിൽ ഒരു ടെക്നിക്കാണ് ഈ ആഡ് ചെയ്യുക എന്നുള്ളത്. എൻഡിൽ ഈ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഈ ആഡ് ചെയ്തപ്പോൾ അത് ഫെമിനിനായി. അവസാനം ഈ ആഡ് ചെയ്തിട്ടുള്ള നൗണും ഫെമിനിൻ ആവണം എന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ നമ്മൾ അവസാനം ഒരു ഈ ആഡ് ചെയ്ത് അത് ഫെമിനിനായി. ഓക്കെ, അപ്പോൾ ഇത് ഫെമിനിൻ സിംഗുലർ ആണ്. ഒരൊറ്റ ഫ്രണ്ട്, ഫീമെയിൽ ഫ്രണ്ടിനാണ് ആമി എന്ന് ഈ ചേർത്തിട്ടുള്ള ആമി. രണ്ടും വായിക്കുന്നത് ആമി എന്ന് തന്നെയാണ്, പക്ഷെ എഴുതുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഫെമിനിൻ പ്ലൂരൽ ആണെങ്കിൽ എന്താ വരിക? അവസാനം എസ് ആഡ് ചെയ്ത് കൊടുക്കും. അതന്നെ എസ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ആമി ഇങ്ങനെ വരും മസ്കുലിൻ സിംഗുലർ ആകുമ്പോൾ. ആമി ലാസ്റ്റ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കും. അതായത് ഇതിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്താൽ പ്ലൂരലായി. അതുപോലെ ഫെമിനിൻ ആക്കുമ്പോൾ അവർ ലാസ്റ്റ് ഒരു ഇ ആഡ് ചെയ്ത് കൊടുക്കും. അത് പ്ലൂരലാക്കാൻ എസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 4 ഫോംസ് വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ന്യൂ സോം ആമി പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം വരുന്നത് വി ആർ ഫ്രണ്ട്സ് എന്നാണ്. അപ്പോൾ ഇത് ഫ്രണ്ട്സ് പ്ലൂറലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽ ഫ്രണ്ട്സ് ആണ്. എന്തുകൊണ്ടാ? AMIES എന്ന് വന്നു. AMIES ഫെമിനിൻ പ്ലൂറൽ ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽ ഫ്രണ്ട്സിനാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ വി ആർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽ ഫ്രണ്ട്സിൽ ഒരാളാണ് പറയുന്നത് വി ആർ ഫ്രണ്ട്സ് എന്ന്. അങ്ങനെ മനസ്സിലാക്കാം. ദാറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് ഫ്രം ദിസ് സെന്റൻസ്. ഓക്കെ, അപ്പോൾ ന്യൂ പറഞ്ഞാൽ വി, സോം എന്ന് പറഞ്ഞാൽ ആർ എന്നാണ് അർത്ഥം. ഇപ്പൊ ഇംഗ്ലീഷ് നമ്മൾ ടു ബി എന്നുള്ളതിന്റെ വേർഡാണ് എത്ര. എത്ര എന്നാൽ ടു ബി എന്നാണ് അർത്ഥം. എത്രന്റെ പല ഫോംസ് ആണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള. ജസ്വി, അതേപോലെ തന്നെ ടു എ, അതേപോലെ il എ, എൽ എ, ന്യൂസോം എല്ലാം എത്രന്റെ ഫോംസ് ആണ്.
അപ്പൊ ഇതിൽ എത്തിന്റെ മുകളിൽ ഒരു കപ്പ് ലൈക്ക് തിങ് എന്നാ നിങ്ങൾ ആലോചിക്കുമായിരിക്കും. അത് സർക്കംഫ്ലെക്സ് എന്നാണ് പറയാ. അതായത് എങ്ങനെയാണ് ഒരു വേർഡിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ ആണ് ഇത്. ഒരു ലെറ്ററിന്റെ മേലെ ഇങ്ങനെ ഒരു വെട്ട് കാണും, നമ്മൾ ETUDIOങ്ങിൽ കണ്ടു അല്ലെ. അപ്പൊ അത് A എന്ന് വായിക്കണം. ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ വരികയാണെങ്കിൽ അതിന് A എന്ന് വായിക്കണം. അതായത് ഇങ്ങനെയുള്ള പ്രൊനൗൺസിനെ A എന്ന് വായിക്കണം. അപ്പോൾ ഇതിന്റെ വായിക്കുക എങ്ങനെയാണ്? ഏത്ര. ഏത്ര എന്നാൽ ടു ബി എന്നാണ് അർത്ഥം. അപ്പൊ ഏത്രന്റെ ഡിഫറെന്റ് ഫോംസ് ആണ് ഈ സ്യൂ ആയാലും എ ആയാലും സോം ആയാലും ഇതൊക്കെ ഓരോന്നിന്റെ കൂടെ ഓരോ പോലെ യൂസ് ചെയ്യുക. അപ്പൊ ഈ എക്സാമ്പിൾസിന്റെ കൂടെ അതും കൂടെ നിങ്ങൾ പഠിച്ചു പോകുന്നത് നല്ലതായിരിക്കും. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഇതിന്റെ അർത്ഥം എന്താണ്? നൂസോം മാമി എന്ന് പറഞ്ഞാൽ വി ആർ ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം. നൂസ് ആബിത്തോ ആ ചെന്നൈ. ആബിത്തോ ഈ വെർബിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആബിത്തേ എന്നാൽ എന്ന വെർബിന്റെ മീനിങ് ടു ലിവ് എന്നാണ്. ഹാബിറ്ററ്റ് നമ്മൾ ഇംഗ്ലീഷ് പറയാറില്ലേ, ഹാബിറ്റേ ഏകദേശം ഒരേപോലെ അല്ലേ. അപ്പോൾ ഹാബിറ്റേ ഇത് H സൈലന്റ് ആണ് കേട്ടോ. H സൈലന്റ് ആണ്. ആറ് കേൾക്കുക പോലുമില്ല. അപ്പം അതിന്റെ മീനിങ് ടു ലിവ് എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, വെർബിന് ഓരോ ഫോംസ് ഉണ്ടാവും, ഓരോ പ്രൊനൗണിന്റെ കൂടെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ നൂന്റെ കൂടെ വരുന്ന ഫോമാണിത്. ONS ആഡ് ചെയ്തിട്ടാണ് അവർ വെർബിന്റെ ഫോം അധിക വെർബിലും മാറ്റാം. ഓക്കെ, നമ്മൾ ഈ വെർബിനെ പറ്റി കൂടുതൽ കമ്മിങ് ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ നൂന്റെ കൂടെ അവര് ആബിത്തോ അധികം ONS ആക്കിയിട്ടാണ് അവർ ഫോം മാറ്റുക. അപ്പൊ ഇതിന്റെ മീനിങ് എന്തായിരിക്കും? അപ്പം വി ലിവ്. ആ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസിഷൻ ആണ്. ഇൻ എന്നുള്ള എറ്റ്, ഇൻ, ബൈ അതൊക്കെ സന്ദർഭം വെച്ച് അവര് വേറെ വേറെ മീനിങ് ആയിരിക്കും. പക്ഷെ ആ എന്ന പ്രപ്പോസിഷനിൽ ഇൻ, എറ്റ്, ബൈ എന്നൊക്കെ മീനിങ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ചെന്നൈ മീൻസ് ഇൻ ചെന്നൈ. വി ലിവ് ഇൻ ചെന്നൈ എന്നാണ് ഇതിന്റെ അർത്ഥം.